കുറേ വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു സഹോദരി പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്: തൻ്റെ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് വർഷങ്ങളായിട്ട് പാവം ചെയ്യുന്നുണ്ട്. തൻ്റെ സ്വന്തം വീട്ടിനുള്ളിൽ വെച്ച് തന്നെ, തൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ ആ സ്ത്രീയുമായി പാവം ചെയ്യുന്നത് താൻ കണ്ടു എന്നാണ് ആ സഹോദരി പറഞ്ഞത്. ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണത്, വേദനയാണത്. ആ സഹോദരി സ്വന്തം ഭർത്താവിനെ ശപിച്ചില്ല, വഴക്കുണ്ടാക്കിയില്ല. മറിച്ച് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് കണ്ണുനീരോടെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ കാമുകി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന ലക്ഷക്കണക്കിന് രൂപ തട്ടിക്കൊണ്ട് വിട്ടുപോയി കളഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇങ്ങനെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ അദ്ദേഹം ഒത്തിരിയേറെ സങ്കടത്തിലായി. പിന്നീട് അദ്ദേഹം ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിന് കാരണം തൻ്റെ സ്വന്തം ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ പരാജയങ്ങളും സംശയങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെയോ ഭാര്യയോ ശപിക്കാതെ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കുടുംബത്തെ ഐക്യപ്പെടുത്തും, ചേർത്ത് പിടിക്കും. നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.